നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 സഹപാഠികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയെന്ന വാർത്ത. അഞ്ജന മധു, അലിന ദിലീപ്, AT അഷിത എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇവരെ ഇന്നലെ ആണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമ്മുവിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് KSU ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നേവി ജയശങ്കറും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും തത്സമയം ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ആൻഡ് ഷഫീദ്, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ശരിക്കും കുടുംബം പരാതിപ്പെട്ടിരുന്നത് പോലെ ഈ മരണത്തിൽ ആത്മഹത്യക്ക് പ്രേരണയായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള അന്വേഷണത്തിൻ്റെ അവസാനം 3 കൂട്ടുകാരികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തി. മറ്റു വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും പത്തനംതിട്ടയിൽ കാര്യങ്ങൾ അത്ര ഗുഡല്ല. ഈ അമ്മു തിരോധനവുമായി ബന്ധപ്പെട്ട് 3 പെൺകുട്ടികളെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെയോടെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ പോലീസ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിൻ്റെ നീക്കം. മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി ഉച്ചയോടെ തന്നെ ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോകും. ഇവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കും. ഈ 3 പെൺകുട്ടികൾ ഇന്നലെ ജില്ലയ്ക്ക് പുറത്തുപോയി പോലീസ് അറസ്റ്റ് ചെയ്തത്. അലീന ദിലീപ്, അഷിത, ഒപ്പം തന്നെ അഞ്ജന മധു, അങ്ങനെ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇവരുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഇവരെ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് താമസിപ്പിച്ചിരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം ഏറ്റവും വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചത് ഈ 3 സഹപാഠികൾക്കെതിരെയായിരുന്നു. ഈ സഹപാഠികളുടെ പീഡനമാണ് ഇത്തരത്തിൽ ഒരു മരണത്തിൽ കലാശിച്ചെന്നായിരുന്നു കുടുംബത്തിൻ്റെ വലിയ ആരോപണം. ആദ്യഘട്ടം മുതൽ തന്നെ പിതാവും മാതാവും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഉന്നയിച്ച വിഷയം, ആ വിഷയത്തിൽ പോലീസ് ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഈ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവരുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുന്നു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് ഈ കോളേജിനെതിരെ ഒരു ആരോപണമുണ്ട്. ആ വിഷയത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഹോസ്റ്റലിനെതിരെയുള്ള പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ കാര്യത്തിലെല്ലാം പോലീസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയാനുള്ളത്. എന്തായാലും പത്തനംതിട്ടയിൽ പഠിക്കാൻ വന്ന ഒരു ജീവിത സ്വപ്നങ്ങളുമായി വന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ പൊലിയുന്നു. ആ വിഷയത്തിലാണ് പോലീസിൻ്റെ നിർണായകമായൊരു ഇടപെടൽ, നിർണായകമായൊരു നീക്കം ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തറാണ് ഈ അമ്മു സജീവിൻ്റെ കുടുംബവുമായിട്ടൊക്കെ സംസാരിച്ചതും അവരുടെ പ്രശ്നങ്ങൾ 24 സ്ക്രീനിൽ എത്തിച്ചതും ഷഫീദ് റാവുത്തറായിരുന്നു. ഷഫീദ് കൂടി നമുക്കൊപ്പം ശരിയാണ്. ഷഫീദ്, ഈ അമ്മുവിൻ്റെ അച്ഛൻ പരാതിപ്പെട്ടതുപോലെ തന്നെ ഈ 3 കൂട്ടുകാരികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ശരിക്കും പ്രിൻസിപ്പൽ പറഞ്ഞൊരു കാര്യം കൂടി നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. അച്ഛൻ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ കുട്ടിയെ കൂടെ അയച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഈ നഴ്സിംഗ് സ്ഥാപനത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്? ഉറപ്പായിട്ടും, അതായത് ഈ കോളേജുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ കുടുംബം സംശയിക്കുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. മാത്രവുമല്ല, നമുക്കറിയാം ഈ വിഷയം നടക്കുന്നത് 15-ാം തീയതിയാണ് അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത്രയും ദിവസവും ഒന്ന് അണഞ്ഞു നിന്ന പോലീസ് ഇന്നലെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യാനും ചില കാരണങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്മു സജീവന്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചിരുന്നു. അതിൻ്റെ കീപാഡ് നേരത്തെ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതിൻ്റെ ലോക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അത് ഇന്നലെ അങ്ങനെ അമ്മുവിൻ്റെ സഹോദരൻ പത്തനംതിട്ടയിലേക്ക് എത്തി അതിൻ്റെ ലോക്കൊക്കെ എടുത്തു കൊടുത്ത് പോലീസിന് ഫോൺ പരിശോധിക്കാൻ പറ്റിയ ഫോൺ പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് വളരെ പെട്ടെന്ന് ഈ സഹപാഠികളെ കസ്റ്റഡിയിൽ എടുക്കാനും അവരുടെ അറസ്റ്റിലേക്ക് നീങ്ങാനും ഒക്കെ തീരുമാനിച്ചത്. അങ്ങനെ ഒരു നീക്കം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ നമ്മുടെ 8:30 ഷോയിൽ സംസാരിക്കുമ്പോൾ ഈ കുടുംബവുമായി സംസാരിക്കുമ്പോൾ അവിടേക്ക് എത്തി നമ്മൾ ഓഫ് റെക്കോർഡിൽ അദ്ദേഹം സഹോദരനുമായി സംസാരിച്ചപ്പോൾ സഹോദരൻ പങ്കുവച്ച വിവരമാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരം പോലീസിന് ലഭിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് അന്വേഷിക്കുന്ന SHOയുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം ഈ മുൻപും തിരുവനന്തപുരത്തൊക്കെ ഇരുന്ന് വലിയ തരത്തിൽ ഈ ക്രൈം അന്വേഷിച്ച പലതരത്തിലുള്ള അനുഭവമുള്ള ആളാണ്. അദ്ദേഹവും പറയുന്നത് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അതിൽ നിർണായകമാണ് എന്നുള്ളതാണ്. കുടുംബത്തെ സംബന്ധിച്ച് നമുക്കറിയാം 10-ാം മാസം ഈ അച്ഛൻ തന്നെ, അമ്മു സജീവന്റെ പിതാവ് തന്നെ ഈ വിഷയത്തിൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ഈ കുട്ടികൾക്ക് മെമ്മോ ഇഷ്യൂ ചെയ്യുകയും അമ്മുവിനെ മാറ്റി താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷവും അമ്മുവിനെ വിടാതെ ഈ കുട്ടികൾ, ഈ സഹപാഠികളായിട്ടുള്ള കുട്ടികൾ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ആ പരാതിയിന്മേൽ കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് കടക്കാനും പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് മാനസിക പീഡനം ആ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ കൂടുതൽ സഹപാഠികളിൽ നടക്കം
മൊഴി രേഖപ്പെടുത്താനടക്കം പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. മറ്റൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കുടുംബം പറയുന്നത് അപായപ്പെടുത്താനുള്ള സാധ്യതയും കുടുംബം സംശയിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി അന്വേഷണം നടത്തി സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ഒരു ലൈൻ. അതേസമയം കുടുംബമാകട്ടെ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ്. മറ്റന്വേഷണം അവർ ആവശ്യപ്പെടുന്നില്ല. പോലീസ് അന്വേഷിച്ച് അവരുടെ ആദ്യ റിപ്പോർട്ട് കൊടുക്കട്ടെ, അതിനുശേഷം തങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതാണ് കുടുംബവും ഇപ്പോൾ എടുക്കുന്ന തീരുമാനം. ഒരു പക്ഷേ മുഖ്യമന്ത്രി അടക്കം കണ്ട് പരാതിപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ പിന്നീട് കടക്കാമെന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ആലോചിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമ്മു സജീവിന് നീതി വേണം. അമ്മുവിന് എന്ത് സംഭവിച്ചെന്നു അറിയാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ട്, അമ്മുവിൻ്റെ കുടുംബത്തിനും താല്പര്യമുണ്ട്. 3 കൂട്ടുകാരികൾ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു.